ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പമ്പിൽ ചെന്നപ്പോൾ രാവിലെ ശ്രീകണ്ഠൻ രാവിലെ ബക്കറ്റിന് മേലെ കയറിയെന്നാണ് സർക്കസ് കാണിക്കുന്നത്. അവൻ്റെ വണ്ടിയിലെ ഗ്ലാസ് ഓടിക്കാൻ. പിന്നെ അവനോട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ പരിപാടിക്ക് പോയി. നേരെ വണ്ടീനുള്ളിലേക്ക് കയറി ചെന്നു. ബേഗും മെഷീനൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചു. ഇവനെ തീറ്റയൊക്കെ കൊടുത്തു. പിന്നെ വണ്ടീന് പുറത്തിറങ്ങി പമ്പിൽ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം തെക്ക് വടക്കുന്നപ്പോൾ സാപ്പൻ റംസിനും പിന്നെ ഞങ്ങൾ മൂന്നാൾ കൂടി കമ്പനി അടിച്ച് തെക്ക് വടക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പിൽ പോകുന്ന വണ്ടിയെ പറഞ്ഞു വിടുകയാണ്. മുമ്പിൽ പോകുന്ന വണ്ടി ശ്രീകണ്ഠൻ തന്നെയാണ്. എന്നെ കണ്ടപ്പോഴേ അവന് ചിരിയൊക്കെ ചിരിച്ചു. പിന്നെ അവൻ്റെ കൂടെ തന്നെ ഞാൻ കയറിപ്പോയി. അവനത് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ കൂടെ കയറിപ്പോയി നമ്മളവനെ പറഞ്ഞു വിടാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവിടെ ചെന്നു. അവനെൻ്റെ സമയപ്പോൾ അവനെടുത്ത് പോയി. അവൻ എനിക്കൊരു ഓക്കെ ഒക്കെ തന്നു. എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനാണെന്നും പറഞ്ഞു. അവൻ്റെ സമയം പോയി. പിന്നെ തിരിഞ്ഞപ്പോൾ ടിജോ ചേട്ടൻ വന്നു. കുറച്ച് നേരം ടിജോ ചേട്ടൻ വർത്താനൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് എൻ്റെ വണ്ടി വന്നു ഞങ്ങൾ ട്രിപ്പ് എടുത്ത് പോയി. രാവിലെ നല്ല വിശപ്പ്. ചായ കുടിക്കാമല്ലോ വിചാരിച്ച് ലൈറ്റായിട്ട് ചായ കുടിക്കാൻ ചെന്നു. ചായ എന്തോ വിശപ്പ് കൂടാനുള്ള സാധനം തോന്നുന്നു. ചായ കുടിച്ചതിന് വിശപ്പായി. പിന്നെ ഐസായിട്ട് പോയി 2 പത്തിലും ലേശം മുട്ട റോസ്റ്റ് അടിച്ചു. പിന്നെ ട്രിപ്പൊക്കെ എടുത്ത് സ്റ്റാൻഡിലേക്ക് വന്നു. ഷിൻചാട്ടെ കണ്ട് ഒന്ന് വർത്താനം പറയാച്ചപ്പോൾ ഷിൻചാട്ടെ സമയമായി. ഷിൻചാട്ടിനെ എടുത്ത് പോയി. പിന്നെ ഞങ്ങൾ ട്രിപ്പൊക്കെ എടുത്ത് നേരെ പോയി. ഉച്ചയ്ക്ക് ഇന്നും വിശപ്പില്ല, അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ല. ഇപ്പോൾ ഒരു ജ്യൂസ് അടിക്കാതെ വിചാരിച്ച് ഞാനും അജയും കൂടി ജ്യൂസ് അടിക്കാൻ വേണ്ടി പോയി. മുട്ട ചോണിച്ചാട്ടെ പുള്ളി ഞങ്ങൾക്ക് ഒരു അനാർ ജ്യൂസ് അടിച്ചു തന്നു. പിന്നെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട സാധനം നമ്മളതിനെ അങ്ങോട്ട് എടുത്തു. ഇവൻ അജയ്, ഇവനെൻ്റെ കൂട്ടുകാരനാണ്. അതുപോലെ ബേക്കിൽ വണ്ടിയിലെ കണ്ടക്ടറാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ജ്യൂസൊക്കെ അടിച്ചു. പിന്നെ സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ പിന്നെ വിശപ്പ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാക്കി ഒരു മുന്തിരി ജ്യൂസ് അടിച്ചു. ലൈറ്റായി നല്ല പൾപ്പ് കൂടി നല്ല അടിപൊളി ഒരു മുന്തിരി ജ്യൂസാണ്. 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയൊക്കെ പെയ്തു. ഒരു വലിയ മഴയൊക്കെ കഴിഞ്ഞത് സ്റ്റാൻഡ് മൊത്തം എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു തന്നപ്പോൾ ശത്രുവല്ല ആദർശ്. ഞാൻ ലൈനിലെ ഒരു സ്റ്റാഫാണ്. പിന്നെ നേരെ പമ്പിലേക്ക് വന്നു. എണ്ണയൊക്കെ അടിച്ചു. വണ്ടി സൈഡിലേക്ക് ഒതുക്കി വെച്ചു. നേരെ വണ്ടി എടുത്തു വീട്ടിലേക്ക് ചെന്നു. പണി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിക്കോളാം. പമ്പിൽ താളത്തുള്ളി കളിക്കുന്ന പരിപാടികൾ